എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ അഡ്വാൻസ്ഡ് മോഡിൽ എങ്ങനെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാമെന്ന് വിശദമായി നോക്കാം. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണൂ. നിങ്ങൾ ആദ്യമായി സ്റ്റോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, അതായത് മെയിൻ സ്ക്രീനിൽ നിന്ന് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു ഡയലോഗ് ബോക്സ് കാണിക്കും. അഡ്വാൻസ്ഡ് മോഡിലോ പാസ് മോഡിലോ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഏത് ആക്ഷൻ തിരഞ്ഞെടുക്കുന്നുവോ അതിനുശേഷം നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ മോഡിലാണ് പോവുക. അടുത്ത തവണ നിങ്ങൾക്ക് മോഡ് മാറ്റണമെന്ന് തോന്നിയാൽ ഈ പ്ലസ് ബട്ടൺ നീണ്ടമർത്തിയാൽ അത് ഓട്ടോമാറ്റിക്കായി മാറും. അഥവാ അതിന് ഓട്ടോമാറ്റിക് മോഡാകും, അതിലേക്കാണ് പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു, അഡ്വാൻസ്ഡ് മോഡിലേക്ക് പോകുന്നു. ഇപ്പോൾ അഡ്വാൻസ്ഡ് മോഡിൽ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട്സ്, സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാമെന്ന് വിശദമായി നോക്കാം. ആദ്യം ഈ ഡെമോ വീഡിയോയ്ക്ക് നാം എന്താണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ ഷർട്ട്സ് എടുത്ത് കാണാം. ഇതിൽ ഷർട്ട്സ് എങ്ങനെ അഡ്വാൻസ്ഡ് ആയി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഇവിടെ വന്നിട്ട് അവിടെ ഷർട്ട്സ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഷർട്ട്സിന് കാറ്റഗറി ഷർട്ട് എന്നത് ഇതിനകം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ മാറ്റണമെങ്കിൽ നാം ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളാം. ശരി, അടുത്തത് നോക്കിയ ബില്ലിംഗ് നെയിം, നമുക്ക് ബില്ലിൽ എന്ത് പ്രിന്റ് ആവണം എന്ന് ഇവിടെ നൽകാം. അടുത്തത് നോക്കിയ GST ടൈപ്പ്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന വിലയിൽ GST ഉൾപ്പെടാം അല്ലെങ്കിൽ ഒഴിവാക്കാം. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാൻ വിശദീകരിക്കാം. ഉദാഹരണത്തിന് 500 രൂപയാണ് നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വിലയെങ്കിൽ അത് ഇൻക്ലൂഡ് ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ GST നൽകുന്നെങ്കിൽ കസ്റ്റമർ ബില്ല് അടയ്ക്കുമ്പോൾ ഫൈനൽ എമൗണ്ട് മാത്രം പണമടയ്ക്കും. ബില്ലിൽ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യും. ഒരു വേള നിങ്ങൾ എക്സ്ക്ലൂഡ് കൊടുത്ത് ഇവിടെ അതിനുള്ള ചാർജുകൾ നൽകിയാൽ, ശതമാനം നൽകിയാൽ, ഉദാഹരണത്തിന് 500-ൽ നിന്ന് 5%, മൊത്തം 10% ആയാൽ അപ്പോൾ 50 രൂപ കസ്റ്റമർ പണമടയ്ക്കും. അതിൽ 50 രൂപ GST ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വിലയാണ്, സെല്ലിംഗ് പ്രൈസ് കാണിക്കും. ശരിയാണോ? അടുത്തത് സ്റ്റോക്കിന്റെ ആക്സഷൻ കോഡ് നൽകണം. ആക്സഷൻ കോഡ് ഷർട്ടുകൾക്കായി എന്താണെന്ന് നോക്കിയാൽ ഞാനിവിടെ 6001-109 എന്ന് നൽകുന്നു. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് നൽകാം. ഈ GST ഇൻഫർമേഷൻ എല്ലാം നോക്കിയാൽ ഓപ്ഷണലാണ്, ഒന്നും നിർബന്ധമായും നൽകേണ്ടതില്ല. അതിനുള്ള വിശദാംശങ്ങൾ ഉണ്ട്, അറിയേണ്ടത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷണലാണ്. അടുത്തത് നോക്കിയാൽ വിവരണം. ഈ വിവരണം നിങ്ങൾക്കൊരു കുറിപ്പ് പോലെ സേവ് ചെയ്യാനാണ്. ഈ സ്റ്റോക്കുകൾക്കായി നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ വേറെ ആപ്പിലും അല്ലെങ്കിൽ ബയർ വെബ്സൈറ്റിലും നോക്കിയാൽ ഇത് ഡിസ്പ്ലേ ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പന്നം എങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇവിടെ നൽകാം. ഉദാഹരണത്തിന് ഈ വിവരണം നോക്കിയാൽ ഇത് എന്ത് മെറ്റീരിയലാണ്, കോട്ടൺ ആണോ, പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വാഷ് ചെയ്യണം എന്ന വിവരങ്ങൾ ഇവിടെ വിവരണത്തിൽ നാം നൽകാം. നാം ഷെയർ സെന്റർ സ്റ്റോക്ക് ചെയ്യുന്നതിനാൽ അടുത്തത് നോക്കിയാൽ ഒരു കോഡ്. ഈ കോഡ് എന്തിനാണെന്നാൽ ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ ഇത് എളുപ്പമാകും. ഇപ്പൊ പല കടകളിലും 16 നമ്പർ മെഷീൻ കണ്ടിട്ടുണ്ടാവും. അതുപോലെ അവർ ബില്ല് ചെയ്യുമ്പോൾ റെസ്റ്റോറന്റുകളിൽ കൂടുതലായി കാണാം. ഉദാഹരണത്തിന് ചപ്പാത്തിക്ക് 1, ദോശയ്ക്ക് 2 എന്നിങ്ങനെ മൾട്ടിപ്പിൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇപ്പൊ ചെറിയ ചെറിയ തുണിക്കടകളിലും ചിലത് നമ്പറിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അത് വളരെ പഴയ മോഡലാണ്. അതിനാൽ അത്തരത്തിൽ ഫാമിലി ആയവർക്കും അതുപോലെ ചില ഫീച്ചറുകൾ ചെയ്യാൻ നാം ഈ ആക്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി നാം ഒരു 100 എന്ന് കൊടുത്തു. അപ്പോൾ ബില്ല് ചെയ്യുമ്പോൾ നാം കോഡ് എൻ്റർ ചെയ്താൽ ഇത് ഫിൽട്രോയിഡിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനാണ് ഈ ആക്ഷൻ. അതിൽ ഞാനിപ്പോൾ സിമ്പിളായി ഒരു 100 എന്ന് കൊടുക്കുന്നു. ആ ഷോർട്ട് കട്ട് എന്നത് നാം ഇമേജ് ആഡ് ചെയ്യാം. അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഇത് ഉപകാരപ്പെടും. എളുപ്പത്തിൽ ബില്ല് ചെയ്യാൻ ഇതിലേക്ക് വന്ന് ഞാൻ കളർ ഷർട്ടുകൾ എന്ന് കൊടുക്കുന്നു. ഇത് ക്യാരക്ടർ ലിമിറ്റഡ് ആയിരിക്കും. ഞാൻ കളേഴ്സ് കളർ S എന്നത് മാത്രം കൊടുക്കുന്നു. അടുത്തത് നോക്കിയാൽ ഈ പ്രോഡക്റ്റ് തിരിച്ചറിയാൻ നമുക്ക് സ്പെസിഫിക് ആയി ഒരു കളർ വേണമെങ്കിൽ നാം വെക്കാം, അല്ലെങ്കിൽ ഡൈനാമിക് ആയി വേണമെങ്കിൽ. ഒരിക്കൽ ഈ സ്ക്രീൻ ബില്ലിംഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒരു കളർ എടുത്ത് വരണമെന്ന് വിചാരിച്ചാൽ ഈ ഡൈനാമിക് ആക്ഷൻ ഉപയോഗിക്കാം. പിന്നെ അവസാനം നോക്കിയാൽ ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നം ഈ ഷർട്ട് വാങ്ങിപ്പോയി അതിനുശേഷം റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കടയിൽ ഒരാഴ്ച വരെ റിട്ടേൺ സ്വീകരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനകം തന്നെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അത് നോക്കി മനസ്സിലാക്കിക്കോളൂ. അടുത്തത് നോക്കിയാൽ ഡീലർ. ഈ ഡീലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഏത് ഡീലറിൽ നിന്ന് നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങുന്നു എന്നത്, അതാണ് ഡീലർ സപ്ലൈ. ശരി, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സപ്ലൈസ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഉൽപ്പന്നം നിങ്ങൾ വിൽക്കുമ്പോൾ ആ ഉൽപ്പന്നം ആരിൽ നിന്ന് വാങ്ങുന്നു എന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് മാപ്പ് ചെയ്യാം. അടുത്തത് നോക്കിയാൽ ഇമേജുകൾ. ഇതിൽ ഞാൻ ഷർട്ടിനുള്ള ഇമേജ് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ ഈ ഷർട്ടിനുള്ള ഇമേജുകൾ ഞാൻ അറ്റാച്ച് ചെയ്തു. ഈ ഷർട്ട് ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇമേജ് സെറ്റ് ചെയ്യാൻ കഴിയൂ. ഇല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചേർക്കാം. ശരിയാണോ? ഇപ്പോൾ ആ ഐറ്റത്തിനുള്ള എല്ലാ വിശദാംശങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട്. അടുത്തത് നോക്കിയാൽ റേറ്റ് കാർഡ്. റേറ്റ് കാർഡ് എന്നത് എന്താണെന്നാൽ ഒരു വേരിയന്റ് ആണ്. ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റിൽ മൾട്ടിപ്പിൾ വേരിയന്റുകൾ വരും.
ഉദാഹരണത്തിന് ഒരു ഷർട്ടിൽ 11 നിറങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് വ്യത്യസ്ത നിരക്കുകൾ ഉണ്ടാകും. ഒരേ നിറത്തിൽ തന്നെ പല സൈസുകൾ വരുമ്പോൾ ഓരോന്നിനും വെവ്വേറെ റേറ്റുകൾ നൽകേണ്ടി വരും. ഇത്തരം വിവരങ്ങൾ വേഗത്തിൽ നൽകാൻ ഫാസ്റ്റ് മോഡ് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. അതിനാണ് അഡ്വാൻസ്ഡ് മോഡ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഷർട്ട് റേറ്റുകൾ നോക്കിയാൽ ഞാൻ മൾട്ടിപ്പിൾ വേരിയന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ബ്ലൂ ലാർജ് സൈസ് എന്നത് ഞാൻ കൊടുക്കുന്നു. ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് നോക്കിയാൽ 650 എന്ന് ഞാൻ കൊടുക്കുന്നു. ഈ ട്രാക്ക് ക്ലിയറൻസ് ഉണ്ടല്ലേ, ഈ ട്രാക്ക് ക്ലിയറൻസ് എന്തിനാണെന്നാൽ നിങ്ങളുടെ സ്റ്റോക്കുകൾ കൂടുതലായി വന്നിരിക്കുന്നു, അതിനെ നിങ്ങൾ ശരിയായി ട്രാക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ 1000 ക്വാണ്ടിറ്റി നിങ്ങൾ ഹോൾസെയിലായി വാങ്ങിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ കസ്റ്റമറിന് 1 വീതം ബില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കാണാൻ കുഡൗണിൽ പോയി ചെക്ക് ചെയ്യേണ്ടതില്ല. നമ്മുടെ ആപ്പിൽ ബില്ല് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് ചെയ്യാം. അതിനാൽ ആ ഒരു ഫീച്ചർ നിങ്ങൾ ഒരു ഐറ്റത്തിനായി എനേബിൾ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനേബിൾ ചെയ്യണം. അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി എനേബിൾ ആകില്ല. ശരിയാണോ? അതിനാൽ നിങ്ങൾ സ്റ്റാർട്ട് അവൈലബിൾ ക്വാണ്ടിറ്റി ശരിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്തിട്ട് ഈ ക്വാണ്ടിറ്റികൾ മാം നൽകാതെ, അതായത് ഒരു ക്വാണ്ടിറ്റി പോലും നൽകാതെ പോയാൽ ഇത് ഒരു ക്വാണ്ടിറ്റി എന്ന് തന്നെ കണക്കാക്കും. അതിനാൽ സെക്കൻഡ് ക്വാണ്ടിറ്റി നൽകുമ്പോൾ വിൽ പ്ലേസ് ആകില്ല. അതിനാൽ ഇത് നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്താൽ എത്ര സ്റ്റോക്ക് നിങ്ങൾക്കുണ്ട് ആ സ്റ്റോക്ക് നിങ്ങൾക്ക് നൽകാം, അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ വിവരവും നൽകാം. ഉദാഹരണത്തിന് ഞാൻ വന്നിട്ട് ഇതിൽ 400 ഷർട്ടുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒറ്റത്തവണയായി നോക്കിയാൽ ഏകദേശം 500,000 വരും ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തം 400 ഷർട്ടുകൾക്ക് 500,000 രൂപ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ 500,000 പേ ചെയ്യുന്നതിലൂടെ എൻ്റെ പർച്ചേസ് റേറ്റ് ഒരു ഷർട്ടിന് നോക്കിയാൽ ഓട്ടോമാറ്റിക്കായി ഒരു 125 ഇവിടെ കൺവേർട്ട് ആയിരിക്കും. എൻ്റെ മാർജിൻ നോക്കിയാൽ 400% വരും. ഇത് ഡിസ്പ്ലേ ആകുന്നു. ഈ MRP എന്നത് നമുക്ക് കൊടുക്കാം. അതിനാൽ MRP കൊടുക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക. ബിൽ നൽകുമ്പോൾ നിങ്ങൾക്ക് റേറ്റ്, അതായത് ബിൽ നൽകുമ്പോൾ മാറ്റാം, അങ്ങനെ മാറ്റാം. ഇത് MRPയേക്കാൾ കുറവായോ അല്ലെങ്കിൽ സമമായോ ആയിരിക്കണം. അതിനേക്കാൾ കൂടുതലായിരുന്നാൽ നിങ്ങൾക്ക് ബിൽ നൽകാൻ സാധിക്കില്ല. അതിനാൽ MRP ഞാൻ 715 കൊടുക്കുന്നു. അതിനാൽ 715 കൊടുക്കുമ്പോൾ ഞാൻ ബിൽ നൽകുമ്പോൾ 750 വരെ, അതായത് ആ അളവ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ഒരുവേള നിങ്ങൾക്ക് ബിൽ അളവ് എത്രയെന്ന് അറിയില്ലെങ്കിൽ എളുപ്പം നിങ്ങളൊരു ഷർട്ട് എത്രയ്ക്ക് വാങ്ങുന്നു എന്നത് അതിന്റെ റേറ്റ് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഓട്ടോമാറ്റിക്കായി നിങ്ങൾ എത്ര പേ ചെയ്തിട്ടുണ്ടോ എന്നത് ഇവിടെ മുഴുവൻ കാണിക്കും. ശരിയാണോ? അതിനാൽ ഇത് ഒന്നൊന്ന് ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്താലും ഇവിടെ എത്ര പേ ചെയ്തിട്ടുണ്ടോ എന്നതുപോലെ ഇവിടെ പർച്ചേസ് റേറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലും ഇവിടെ എത്ര പേ ചെയ്തിട്ടുണ്ടോ എന്നത് മാറും. അതിനാൽ നിങ്ങൾ ശതമാനം മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് പർച്ചേസ് റേറ്റ് അത്ര പ്രധാനമല്ല, മാർജിൻ ശതമാനമാണോ എന്നാണെങ്കിൽ, എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ രൂപയിൽ പർച്ചേസ് ചെയ്യുന്നു, എനിക്ക് മാർജിൻ കുറഞ്ഞത് ഒരു 125% വരണം. അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനാൽ നിങ്ങളുടെ മാർജിൻ നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രോഫിറ്റ് കുറയാതെ തന്നെ ലഭിക്കും നിങ്ങൾ ശതമാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. ചില ബിസിനസ്സുകൾക്ക് നോക്കിയാൽ അവർ തുകയിലായിരിക്കും നൽകുന്നത്. ശരിയല്ലേ? അതിനാലാണ് 2 ഓപ്ഷനുകളും നാം വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശതമാനം ഉപയോഗിച്ചാൽ നിങ്ങളുടെ മാർജിൻ ശതമാനം എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ തുക നൽകിയാൽ നിങ്ങളുടെ പർച്ചേസ് റേറ്റ് അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് എത്ര മാർജിൻ, എത്ര ശതമാനം പ്രോഫിറ്റ് വരുന്നു എന്നത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ശരിയല്ലേ? ഇപ്പോൾ പർച്ചേസ് റേറ്റ് നോക്കിയാൽ 5 നൽകിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് 6 എടുക്കാതെ ഞാൻ സെല്ല് ചെയ്യുന്നു. എനിക്ക് 20% മാർജിൻ. അതുപോലെ നിങ്ങൾ ഇത് ഓൺ ആക്കിയാൽ ഓൺലൈനിൽ ഡിസ്പ്ലേ ചെയ്യും. കസ്റ്റമർമാർ നമ്മുടെ ഷോപ്പിൽ ഓർഡർ ചെയ്യാൻ. നിങ്ങളുടെ സാധനം വയർ ആപ്പിൽ ഡിസ്പ്ലേ ആവില്ല. ഈ GST വിശദാംശങ്ങൾ എന്താണെന്നാൽ, നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് GST ഇൻവോയ്സ് ആയിരുന്നെങ്കിൽ ആ ഇൻവോയ്സ് നമ്പർ നാം ഇവിടെ എൻ്റർ ചെയ്യാം. അതിനാൽ ഈ രീതിയിൽ GS ഇൻവോയ്സ് നമ്പർ ഇവിടെ ഓർഡർ ചെയ്യാം. അടുത്തത് അത് SGST ആണോ, CGST ആണോ, GST ആണോ എന്ന ഓപ്ഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. പിന്നെ ഏത് സപ്ലയറിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിയതെന്ന് ആ സപ്ലയറുടെ കോൺടാക്റ്റ് നിങ്ങൾ ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ സപ്ലയർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അവരിൽ നിന്നാണ് വാങ്ങിയതെന്ന് ഇതിൽ മാപ്പ് ചെയ്യുകയും ചെയ്യാം. അതിനാൽ സപ്ലയറോ അല്ലെങ്കിൽ കസ്റ്റമറോ ആ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിറ്റി എവിടെയാണെന്ന് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യണം. ശരി, ആ ഡീലറിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ സേവ് നൽകുന്നു എന്നാണെങ്കിൽ ഇവിടെ വന്ന് ഡിസ്പ്ലേ ആകും. നീല നിറത്തിലുള്ള ലാർജ് സൈസ് ഷർട്ട് എന്നത് 500 രൂപയ്ക്ക് ഒരു പീസിന്റെ നിരക്കാണ്. എനിക്ക് പ്രോഫിറ്റ് 100 രൂപ വരുന്നു. ഞാൻ 600 രൂപയ്ക്ക് വിൽക്കുന്നു. ഇത് ഒരു വേരിയന്റ് ആണ്. ഇങ്ങനെ പല വേരിയന്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. വെറും വീണ്ടും പോകുന്നു. മീഡിയം സൈസ് ഇവിടെ നോക്കിയാൽ 575. ഇതെടുത്ത് ഒരു പീസ് വാങ്ങുന്നു. എൻ്റെ മാർജിൻ നോക്കിയാൽ വെറും ഒരു 120, അഥവാ 5% വരണം.
പർച്ചേസ് റേറ്റ് ഒരു 1450 വാങ്ങുന്നു. അതിനനുസരിച്ച് എനിക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ശരി, ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളറുകൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഈ ട്രാക്ക് ക്ലിയറൻസ് ഓഫിലാണ്. അങ്ങനെ വന്നാൽ ഞാൻ ഈ ഹോൾസെയിൽ ഡീറ്റെയിൽസ് എല്ലാം നൽകേണ്ടതില്ല. ഇവൻ ഈ പർച്ചേസ് റേറ്റ് പോലും നൽകേണ്ടതില്ല. പർച്ചേസ് റേറ്റ് നൽകുന്നത് കൊണ്ട് നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇത് നൽകാതെ നാം സേവ് ചെയ്താൽ അവിടെ ഒന്നും സേവ് ആകില്ല. അതർത്ഥം ആ പ്രോഫിറ്റ് എന്നത് ഡിസ്പ്ലേ ആകില്ല. അതിനാൽ നിങ്ങൾ കാണുമ്പോൾ ഞാനിവിടെ മൾട്ടിപ്പിൾ വേരിയന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സേവ് ചെയ്യാം. അടുത്തത് നോക്കുമ്പോൾ ഇമേജുകൾ. ഈ ഇമേജുകൾ എന്തിനാണെന്നാൽ നിങ്ങളുടെ ബയർ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. മൾട്ടിപ്പിൾ ഇമേജുകൾ ഒരു ഐറ്റത്തിനായി നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതിനാൽ എല്ലാം നാം റിവ്യൂ ചെയ്യുന്നു. ഇത് ചെയ്ത ശേഷം സേവ് ചെയ്യുന്നു. അതിനാൽ ഈ ഷർട്ട്സ് എന്ന പേര് ഇതിനകം തന്നെ ഉണ്ടാവുന്നതിനാൽ എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഞാൻ കളർ ഷർട്ട്സ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് സേവ് ആയി. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഈ കളർ ഷർട്ട് ഡിസ്പ്ലേ ആളുമോ? അങ്ങനെ നിങ്ങളിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ഐറ്റംസ് ആഡ് ചെയ്താൽ അഡ്വാൻസ്ഡ് മോഡലിൽ ഈ 100 എന്നത് നിങ്ങൾ എൻ്റെ കോഡ് നൽകിയിരുന്നു എന്ന് നോക്കൂ. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആ കോഡ് ഇവിടെ ഡിസ്പ്ലേ ആവും. 100 ടൈപ്പ് ചെയ്താൽ എനിക്ക് ആ ഐറ്റം ഇവിടെ ഡിസ്പ്ലേ ആവും. അതിനാലാണ് ഈ ഓപ്ഷൻ നാം വെച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ അഡ്വാൻസ്ഡ് മോഡിൽ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത്. വീണ്ടും ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വെറൈറ്റികൾ ഷെയർ ചെയ്യണമെങ്കിൽ ഈ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് റേറ്റിൽ ഇപ്പോൾ ഞാൻ സ്മോൾ സൈസ് ഷർട്ട് ആഡ് ചെയ്യുന്നു. എൻ്റെ സെല്ലിംഗ് പ്രൈസ് പർച്ചേസ് റേറ്റ് 300 രൂപയ്ക്ക് വാങ്ങുന്നു. എൻ്റെ മാർജിൻ ഒരു 130 5% വയ്ക്കുന്നു. മൊത്തം ക്വാണ്ടിറ്റി ഞാൻ പർച്ചേസ് ചെയ്തു. 600 പീസ് വാങ്ങുന്നു. അതിനാൽ ഓട്ടോമാറ്റിക്കായി എൻ്റെ ബിൽ എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ട്രാക്കിൽ നിന്ന് ചെയ്തു. എനിക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ ഞാൻ ഐറ്റംസ് ആഡ് ചെയ്തു. ഇനി ബില്ല് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വന്ന് ഞാൻ ബിൽ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ എനിക്ക് കാർട്ടിൽ ആഡ് ആയിരിക്കും. ശരി, ഇത് ഞാൻ ബില്ല് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാം. ക്യാഷ് ആണോ GPay ആണോ എന്നത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാം. ബില്ല് പ്ലേസ് ചെയ്താൽ എനിക്കൊരു ബില്ല് സേവ് ആയിരിക്കും. ഇത് ഞാൻ ഇപ്പോൾ നൽകിയ ബില്ലാണ്. ശരി, ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ഈ ബ്ലൂ മീഡിയം എന്നതിൽ ലോങ് പ്രസ് ചെയ്യുന്നു. എനിക്ക് വെറും ക്വാണ്ടിറ്റി പ്രൈസ് മാത്രം ഡിസ്പ്ലേ ആകുന്നു. ഈ ലാർജിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് അവൈലബിൾ ക്വാണ്ടിറ്റി 199, അതായത് 200 നിന്ന് ഇപ്പോൾ ഒരു ബില്ല് ചെയ്തതിന് ശേഷം 199 അവൈലബിൾ സ്റ്റോക്ക് കാണിക്കുന്നു. അങ്ങനെ നിങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ ഇത് കുറയുകയും ചെയ്യും. ഈ ഫീച്ചറുകളും GST ഫീച്ചറുകളും ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യണമെന്നാൽ നമുക്ക് സ്റ്റോക്ക് അഡ്വാൻസ്ഡ് മോഡിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. GSTയിൽ ഒരു ബില്ല് ഉണ്ടാക്കി കാണിച്ചു തരാം. ശരി, ഇവിടെ നോക്കിയാൽ ഞാൻ എക്സ്ക്ലൂഡ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിനാൽ അഡീഷണൽ GST എമൗണ്ട് ചേർത്തു. എനിക്കിവിടെ എമൗണ്ട് ഡിസ്പ്ലേ ആകുന്നു. ഇതിനെ ഞാൻ കൊടുത്തു. അങ്ങനെ ചെയ്താൽ 2667 10-20 രൂപയ്ക്ക് GST ചേർക്കുമ്പോൾ അഡീഷണൽ എമൗണ്ട് ചേർക്കപ്പെടുന്നു. അതായത് ഏകദേശം 217 രൂപ ചേർക്കുന്നു. അത് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് 2384 25 രൂപ ഇവിടെ ഡിസ്പ്ലേ ആകും. അതിനാൽ നിങ്ങൾ അഡ്വാൻസ്ഡ് മോഡൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് GST ഓപ്ഷൻ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് GST ചേർക്കാൻ കഴിയില്ല. GST %. ഇതാണ് നമ്മുടെ അഡ്വാൻസ്ഡ് മോഡലിൽ ആഡ് ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ. നന്ദി.